ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ചാവക്കാടുള്ള പഞ്ചവടി എന്നുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ മറൈൻ വേൾഡ് കാണാൻ വന്നിരിക്കുക. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയം അത് ഇവിടെയാണ്. അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഉള്ളിലുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഉള്ളിലെത്തിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ടിക്കറ്റ് കൗണ്ടറാണ് ഇതല്ല മെയിൻ എൻട്രൻസ് എന്ന് തോന്നുന്നു, ബിക്കോസ് ടിക്കറ്റ് കൗണ്ടർ അങ്ങോട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് പോയി നോക്കി നോക്കാം. അപ്പൊ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഉള്ളിലേക്ക് കയറിയതിന് ശേഷം വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പൊ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കയറി കാണാൻ പറ്റും. ഒരുപാട് വീൽ ചെയർസ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ടുവരും. എനിക്കറിയില്ലായിരുന്നു ഇവിടെ അങ്ങനെ പറ്റും എന്നുള്ള കാര്യം. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും ടിക്കറ്റ് എടുക്കാം. മൂന്നാമത്തെ പ്രാവശ്യം ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ എടുത്തിട്ടില്ല ഗൈസ്, കാരണം നമ്മൾ ഇതുവരെ മെയിൻ എൻട്രൻസ് എത്തിയിട്ടില്ല. കയറാൻ പോകണുള്ളൂ. ഫിഷ് സ്പാ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ കാണാൻ ബേർഡ് ഫീഡിങ് ഉണ്ട്. ഇപ്പം അങ്ങോട്ട് നമ്മൾ പോകണില്ല, കാരണം അതിന് പോലെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നേരെ പോയതിന് ശേഷം ഇവിടേക്കൊന്ന് കയറി നോക്കി നോക്കാം. അഡൾട്ടിന് വരുന്നത് 400 രൂപയാണ്. പിന്നെ സീനിയർ സിറ്റിസന് വരുന്നത് 350, ചിൽഡ്രൻസിന് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ എത്ര മണിക്കൂറാണെന്നൊന്നും നമുക്കറിയില്ല. എല്ലാം ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. ഉള്ളിലുള്ള കാഴ്ചകളും അടിപൊളിയാണ്. ഞാൻ വീഡിയോസ് നോക്കിയിട്ടാണ് വരുന്നത്. എന്തായാലും പോയാലോ. എനിക്ക് തൊടാൻ പോകുന്നുണ്ട്, പക്ഷെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ തൊടാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ഇത്ര അടുത്ത് കാണുമ്പോൾ നമുക്ക് ടച്ച് ചെയ്യാൻ തോന്നും. എന്ത് പറഞ്ഞാല് നമുക്ക് വൈറ്റ്, പ്യൂർ വൈറ്റ്. ഇനി നമ്മൾ കയറാൻ പോകണടുത്ത് ചെരുപ്പ് കയ്യിൽ ഊരി പിടിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ മുകളിൽ കൂടെയാണ് നടക്കാൻ പോണത്. കുറച്ചുള്ളൂ, പക്ഷെ ആ ഒരു കുറച്ച് ടൈം ചെരുപ്പ് കയ്യിൽ ഊരി പിടിക്കണം. താഴത്ത് കുറേ വലിയ വലിയ മീനുകൾ പോകുന്നുണ്ട്. ചെരുപ്പിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, കാരണം പിന്നെ കാലെടുത്ത് വെക്കണത് ഫിഷ് സ്പായാണ്. ഇവിടെ എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് എന്തായാലും മിസ് ചെയ്യില്ല, കാരണം ഇതിന് മുന്നേ സിൽവർ സ്റ്റോമിൽ പോയിട്ട് ഫിഷ് സ്പാ 80 രൂപയ്ക്കാണ് 10 മിനിറ്റ് ചെയ്തത്. ഇവിടെ അങ്ങനെ ടൈമും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ ഈ എൻട്രി ഫീൽ തന്നെ ഈ സ്പായും ഉൾപ്പെടും. അപ്പം ഇനി എന്തായാലും അതൊന്ന് ചെയ്യട്ടെ. ഇഷ്ടം പോലെ ഇനി കാണാൻ കിടക്കട്ടെ. ഞാനിവിടെ ഫിഷ് സ്പായി ആക്കിയിട്ടിരിക്കുക. ജസ്റ്റ് കയറിയിട്ടുള്ളൂ. എനിക്ക് ഫിഷ് സ്പാ കഴിച്ചിട്ട് പോകാനാണ് തോന്നുന്നുള്ളത് ഇവിടെ നിന്ന്. ഈ ഫിഷിന്റെ പേര് പോലെ തന്നെയാണ് കാണാനും. മിസ് കേരള എന്നാണ് പേര്. എന്ത് ഭംഗിയാ കാണാൻ.
ஆமா 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 നാടിനകത്താണുള്ളൊരു ഫീല് തോന്നിയ സ്ഥലത്താണ് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് മീനുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള മീനുണ്ട്. നമുക്ക് അട്രാക്ഷൻ ഇല്ല, കാരണം കയറി വരുമ്പോൾ തന്നെ ഒരു സൗണ്ടൊക്കെ ആകുമ്പോൾ നമ്മളത് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടാവും. ഞാൻ നോക്കില്ല ഇതിനകത്ത് മീനെ കാണാനില്ല, പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ആക്കി വെച്ചേക്കുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റോൺ ഫിഷ്. ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കിയപ്പോൾ ഒരാളുടെ കണ്ണനങ്ങണ്, കല്ല് പോലത്തെ ഒരു ഫിഷാണ് കേട്ടോ. അതേ കണ്ണനങ്ങുണ്ട്, പക്ഷെ അത് ക്യാമറയിൽ കാണാൻ പറ്റുമെന്നറിയില്ല. ആ കിടക്കണതാണ് മീന്. ഇതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വെറൈറ്റി. അതൊന്നും ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. ആ നീളനെ കിടക്കണത് തന്നെ. പാർക്ക് വേൾഡ് മൂവിയില്ലേ അതിൻ്റെ പോലെ സ്കെൽട്ടൺ നോക്കിയിട്ട് എത്ര പോലെ ശരിക്കും നമ്മൾ ഈ അക്വാറിയം അങ്ങനത്തെ മൂവികളൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. നോ വേർഡ്സ്, പറയാൻ വാക്കുകളില്ല. 400 രൂപയാണ് ടിക്കറ്റിനെങ്കിലും നമ്മളറിയണില്ല ഇതുപോലത്തെ മീനുകളുണ്ട്. ഇപ്പോൾ തന്നെ സ്റ്റോൺ ഫിഷിനെ കണ്ട്, അതുപോലെ കുറേ വെറൈറ്റികളുണ്ട്. ഇതെല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കുറേ വെറൈറ്റികളുണ്ട്. എല്ലാം കൂടി നമ്മൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. നിങ്ങൾ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. പല്ലിയുടെ പോലെ ഒരു മീൻ, എക്സോലോട്ടിൽ പല്ലിയുടെ ഒക്കെ പോലെ ഉണ്ട് കാണാൻ. പ്ലാസ്റ്റിക്കാ. ഇവിടെ ഒരു നല്ലൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ആദിവാസികൾ കല്ലൊരച്ചിട്ട് തീ വരുന്നു. നല്ലൊരു സീനറി ആയിട്ട് നമ്മളിപ്പോൾ ഈ തെരണ്ടീനൊക്കെ തൊട്ടതിന് ശേഷം കയറി വരുമ്പോൾ ശരിക്കും നമ്മളൊരു ഫോറസ്റ്റിൽ തന്നെ. പക്ഷെ അതിൻ്റെ കൂടെ മീനുകളതിനും കണ്ടിങ്ങനെ പോവാന്ന് മാത്രം. തെരണ്ടീൻ്റെ കൈമ കടിച്ചു. ഭയങ്കര സോഫ്റ്റാണ്, പക്ഷെ കടിച്ചത് ഫീലിയുണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ
ശരിക്കും കാണുമ്പോ ഒറിജിനൽ പോലെയില്ലേ, പക്ഷെ ഒറിജിനൽ അല്ലാട്ടാ. ശരിക്കും നമ്മള് കടലിന്റെ അടിയിലേക്ക് എത്തിയിട്ട് ഇത്ര നേരം ജസ്റ്റ് കാണലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ശരിക്കും ഫീൽ വരുന്നത് കേട്ടാ. ഗ്ലാസിന്റെ തോന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുകൂടെ നമുക്ക് ടച്ച് ചെയ്യാവുന്ന രീതിയിൽ തൊട്ടുകൂടെ നമുക്ക് കാണുന്നത്. അതിങ്ങനെ തന്നെ വീഡിയോ സൂക്ഷിച്ച് നോക്കണതിനുള്ളിലേക്ക് അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോണ ഫീൽ വരുന്നത്. ഫിഷ് ഫീഡിങ് 2 പ്രാവശ്യം ചെയ്തിട്ട് അങ്ങനെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങിയ ശേഷം തന്നെ അവിടെ ഫിഷ് ഫീഡിങ് ഉണ്ട്, അതും ചെയ്തു. ഇത് രണ്ടും നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ പറയാനില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി മീനുകളുടെ ഒരു ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ചകൾ തന്നെയായിരുന്നു. ഞാൻ പറയാനേക്കാൾ കൂടുതൽ നിങ്ങൾ വന്ന് ആസ്വദിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ 400 രൂപയ്ക്കാണ് നമുക്കിതൊക്കെ ചെയ്യാം. ഇപ്പോൾ സ്പായ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഫിഷ് ഫീഡിങ്, ഇനി ബേർഡ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോകണം. പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, കുറച്ചുകൂടി നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. ബാക്കിയുള്ളത് കൂടി കാണാം. ഇത് ഫിഷ് കാച്ചിങ് ആണ്. എൻട്രി 20 രൂപ. കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലതാണ്. അവിടെ ഉള്ളിൽ 2 പേര് ഫിഷിനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അത് വേണ്ട. എക്സ്പീരിയൻസ് ആണ്. 120 രൂപയാണ് കേട്ടോ ടിക്കറ്റിനകത്ത് വേറെ. പക്ഷെ നമ്മൾ കയറുന്നില്ല. ബേർഡ്സ് പാർക്കിലേക്ക് കയറാൻ പോവാണ്. ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ. ആഭരണങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനന്ന് ശോഭയില് ഇതുപോലെ ബേർഡ്സിൻ്റെ അടുത്തൊക്കെ എൻ്റെ കമ്മല് കടിച്ചത്. ഞാൻ കമ്മൽ ഊരിയിട്ട് പോക്കറ്റിൽ വെച്ചു. അന്നാലും അങ്ങനെ വച്ചിരിക്കുന്ന അതിന് ചിൽഡ്രൻസ് പാർക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. ആൾക്കാർ തിരക്ക് കുറവാണ്. നമ്മൾ ഇട ദിവസം വന്നതുകൊണ്ട്, പക്ഷെ ഇട ദിവസം എവിടെ വന്നാലും നല്ല തിരക്കുണ്ടാവാറുണ്ട്.